2 ദിവസമായിട്ട് ഞാനൊരു അതിഥിയെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഉറക്കമെഴുന്നേറ്റപ്പോൾ ആ അതിഥി എത്തിയിട്ടുണ്ടായിരുന്നു. മറ്റാരുമല്ല, പീരീഡ്സ്. കല്യാണത്തിന് മുന്നേ വീട്ടിൽ നിൽക്കുമ്പോൾ ഉമ്മ പറയും, ഇഞ്ചിത്തേയില ചൂടോടെ കുടിച്ചാൽ മതി, വയറുവേദനയൊക്കെ കുറയുമെന്ന്. അങ്ങനെ പീരീഡ്സ് ആയാൽ പിന്നെ ഉമ്മച്ചി ഇട്ട് തരുന്ന ഇഞ്ചിത്തേയിലയും കുടിച്ച് അന്നത്തെ ദിവസം മുഴുവൻ കിടപ്പിലായിരിക്കും. ഇപ്പോൾ പിന്നെ അങ്ങനെയല്ലല്ലോ, പ്രാരാബ്ദങ്ങൾ കൂടിയില്ലേ. സോ ഇഞ്ചിത്തേയില ഇടണമെങ്കിൽ ഞാൻ തന്നെ കിച്ചണിൽ കയറണം. രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോകും. അപ്പോൾ പിന്നെ കുഞ്ഞിനെ നോക്കാൻ ഞാനല്ലേ ഉള്ളൂ. വയറുവേദന ആയാൽ എന്താ, പണ്ടത്തെ പോലെ കിടക്കാനൊന്നും പറ്റൂലല്ലോ, അങ്ങ് ഓടിച്ചാടി പണി ചെയ്യണം അല്ലേ. പിന്നെ ഇന്നലെ രാത്രി കാർ വാഷ് ചെയ്യാൻ പോയപ്പോൾ സിദ്രയിൽ കയറി അവിടെ നിന്ന് ഒരു 4-5 ബട്ടർ ബണ്ണ് മേടിച്ചായിരുന്നു. സോ ഇന്ന് മോർണിംഗ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അതിലൊതുക്കി. പക്ഷെ കുഞ്ഞിന് അങ്ങനെ കൊടുക്കാൻ പറ്റൂലല്ലോ. സോ അവന് മോർണിംഗ് ദോശയും മുട്ടയും പാലും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഇന്ന് സിക്ക് ഡേ ആണല്ലോ എനിക്ക്, അതുകൊണ്ട് ഇന്ന് ലഞ്ചിന് വളരെ ലളിതമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതി കേർഡ് റൈസ് ഉണ്ടാക്കി ഞാനും എമ്രും അത് കഴിച്ചു. എനിക്ക് സൈഡ് ഡിഷ് ആയിട്ട് എൻ്റെ ഫേവററ്റ് ഐറ്റമായ തൈര് മുളകും. എമ്രുവിനോട് തൽക്കാലം ഇന്ന് ഉമ്മാക്ക് വയ്യാത്തത് കൊണ്ട് തൈര് സാധം അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു അവൻ ബോട്ടിലെടുത്ത് എൻ്റെ പുറത്ത് ഇറങ്ങി വന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എമ്രു അവൻ്റെ പണിപ്പുരയിൽ കയറി പണി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പണിയൊക്കെ ഉണ്ട്, അവൻ ഉറങ്ങിയിട്ട് വേണം അതൊക്കെ ഒന്ന് ചെയ്യാൻ. എന്നിട്ട് സമയം കിട്ടിയാൽ പണ്ട് ഫുൾ ഡേ കിടന്നതുപോലെ അല്ലെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കിടക്കണം. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് എമ്രു ഉറങ്ങിയിട്ടുണ്ട്. അവൻ കുറച്ച് നേരം കൊക്കോമലനൊക്കെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങട്ടെ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ഉമ്മച്ചിയുടെ ഇഞ്ചിത്തേയില കിട്ടിയില്ലെങ്കിലും തൽക്കാലം ചൂടുവെള്ളം ഹോട്ട് ബാഗിൽ നിറച്ച് വയറുവേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ.